കോതമംഗലം നഗരസഭ 18-ാം വാർഡിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. അടുത്ത 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്തു. മുനിസിപ്പൽ പാർക്ക്, ടൗൺ ഹാൾ, ലിങ്ക് റോഡുകളുടെ വികസനം, അനധികൃത പാർക്കിംഗ്, നഗര സൗന്ദര്യവൽക്കരണം, മാലിന്യ സംസ്കരണം, ബൈപ്പാസ് നവീകരണം, ജൈവ കൃഷി പ്രോത്സാഹനം തുടങ്ങിയ വിഷയങ്ങളടക്കം കോതമംഗലം നഗരസഭയിലെ 18-ാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് സെമിനാറിൽ ചർച്ചയായത്. എങ്കിലും എല്ലാ പുതിയ ഐഡിയാസ് കൊണ്ടുവരിക, പെട്ടെന്ന് നടപ്പാക്കുക എന്നുള്ളത് ഷിബുവിൻ്റെ ഒരു വലിയ ശേഷിയാണ്. കൂടാതെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് വാർഡിലൊക്കെ സഹായം അർഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. നമ്മൾ പുറമേൽ കാറയിലും വണ്ടിയിലൊക്കെ നടക്കുമ്പോൾ പലർക്കും അത് അറിയില്ല. ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ സഹായം അർഹിക്കുന്നവരും നമ്മൾ ചെന്ന് സഹായിക്കേണ്ടവരും ധാരാളമുണ്ട്. സാധാരണ ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല. ഷിബുവിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് പല കാര്യങ്ങൾക്കും ബന്ധപ്പെടാനും ഇങ്ങനെയുള്ള പൈസകൾ സ്വരൂപിക്കാനും അങ്ങനെ അറിയിക്കുന്നവരെ സഹായിക്കാനുള്ള എല്ലാ ശേഷികളും ഷിബുവിനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ 18-ാം വാർഡ് ഇപ്പൊ 19ആയി. ആ 18-ാം വാർഡ് വീണ്ടും ഷിബു ഇപ്പൊ 18-ാം വാർഡിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് വളരെ മനോഹരമായിട്ട് കുളിക്കാനും അലക്കാനും ഒക്കെ ഞങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടിരുന്ന തോടാണ്. ആ തോട് വളരെ മലിനമായിട്ട് എവിടുന്നായാലും മലിനൊന്നും വല്ലതേ പറയണ്ട, വളരെ മലിനമായിട്ടാണ് ആ തോട് പോകുന്നത്. അതുപോലെ തന്നെ കാലാകാലങ്ങളായിട്ട് ആ തോട് കുരുത്തോട് നവീകരിക്കുന്നില്ല. കഴിഞ്ഞ വർഷം നമ്മുടെ ഗ്യാസ് ഗോഡൗണിന്റെ അവിടെ മുതൽ പാലത്തിന്റെ അവിടെ വരെ നല്ലൊരു വർക്ക് നടത്തി മണ്ണെല്ലാം കോരി മാറ്റിയ കാരണം ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് കടലിലൊന്നും വെള്ളം കയറണില്ല. എൻ്റെ സ്ഥാപനം ഇരിക്കുന്നത് ബറോഡ ബാങ്ക് ഇരിക്കുന്ന ബിൽഡിങ്ങിലാണ്. അപ്പൊ ആ വർക്ക് കഴിയുമെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് തുടർന്ന് പാലത്തിന്റെ താഴത്തേക്ക് ആ കുരുത്തോടൊന്ന് നവീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മലിനജലം എല്ലാം തോട്ടിലേക്ക് ഒഴുക്കാണ്ടിരിക്കുകയാണെങ്കിൽ ഈ കൗൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചെറിയപള്ളി ട്രസ്റ്റി കെ ജോസഫ്, മാത്യു ജോസഫ്, പോൾ ആന്റണി, സിസ്റ്റർ മേരിലെറ്റ്, റോബിൻ സേവ്യർ, ജോസുകുട്ടി സേവ്യർ, ബേസിൽ എബ്രഹാം, ഇട്ടൂപ്പ്, ജോർജ് ജേക്കബ്, വർക്കി ആന്റണി, ജോസ് മാലിക്കുടി തുടങ്ങിയവർ സംസാരിച്ചു. 1.5 വർഷം കഴിഞ്ഞു. നിങ്ങൾക്കറിയാമെങ്കിൽ കത്തീഡ്രൽ താഴെയുള്ള റോഡ് എപ്പോഴും ഒരു മഴ പെയ്താൽ മതി ഭയങ്കരമായിട്ട് ബ്ലോക്ക് ആകുന്നു. എനിക്ക് മാത്രമല്ല, എൻ്റെ കോൺവെന്റിലുള്ള എല്ലാവർക്കും അതൊരു ഭയങ്കര ശല്യമായിട്ട് തരുന്നത്. ഒരു കത്തീഡ്രൽ നിന്നുള്ള വെള്ളവും വലിയ പള്ളിയിൽ നിന്നുള്ള വെള്ളവും നമ്മുടെ കോൺവെന്റിൻ്റെ മുറ്റത്തേക്ക് വന്ന് കയറിയിട്ട് സ്റ്റെപ്പ് വരെ കയറി ഞാൻ പലപ്പോഴും അതിന് വേണ്ടി ഒത്തിരി പേരെ അതോട് ആലോചിച്ചിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. എനിക്ക് ഷിബു കുര്യാക്കോസിനെ വലിയ പരിചയമില്ലായിരുന്നു. NC ചെറിയാനെ പിന്നെ വേറൊരു ആള് നമുക്ക് മനസ്സിലായിരുന്നു, എനിക്കറിയില്ല, വിളിച്ചന്വേഷിച്ചു. NC ചെറിയാൻ അതിൻ്റെ കാര്യത്തിൽ ഇടപെട്ട് PWDക്കാർ വന്നു. അവർ പറയുന്നു ബ്ലോക്ക് ആയിട്ടില്ലായിരുന്നു. പക്ഷേ NC ചെറിയാൻ വന്ന് റോഡിൻ്റെ ബ്ലോക്ക് കലിങ്ങ് മാറ്റി ഒരു 5 ചാക്ക് പ്ലാസ്റ്റിക്കും മണലും എല്ലാം അതിൽ നിന്ന് വാരിയെടുത്ത് കുറേ ബ്ലോക്കുകൾ നികത്താനായിട്ട് സാധിച്ചു. പക്ഷേ ഇനിയും ഞാൻ പറയുന്ന ആ ബ്ലോക്ക് ഒന്ന് ശരിക്കും ഒന്ന് മാറ്റാനായിട്ട് റോഡിൻ്റെ ആ സ്ലാബ് ഒന്ന് ശരിക്കും ഒന്ന് ഇടാനായിട്ട് അപേക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.